മതപരിവർത്തന നിരോധന നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആപത്തെന്ന് ഓൾ ഇന്ത്യ കത്തലിക് ഫോറം വക്താവ് ജോൺ ദയാൽ. നിയമം ഭരണഘടനാ തത്വങ്ങളെ അവഹേളിക്കുകയാണ്. കൊലപാതക കുറ്റത്തിനേക്കാൾ വലിയ ശിക്ഷയായ 20 വർഷം തടവാണ് നൽകുന്നത്. ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നിർബന്ധിത മതപരിവർത്തനം എവിടെയും തെളിഞ്ഞിട്ടില്ല. ജന്മദിനം, മരണം അടക്കമുള്ള പ്രാർത്ഥനകൾക്ക് പോലും വിശ്വാസികളെ അറസ്റ്റ് ചെയ്യുകയാണെന്നും ജോൺ ദയാൽ അതാണ് നമ്മളും കാലങ്ങളായിട്ട് തന്നെ പറയുന്നത്. ഇതൊക്കെ വലിയ വിഷയാകുന്നു പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ ശത്രുവാക്കി നിർത്തിയിട്ട് ആ പറയുന്ന കാര്യത്തിൽ വല്ല കയമ്പുണ്ടോന്ന് നോക്കിക്കണമെങ്കിൽ ഇപ്പോൾ ദയാലിനൊന്നും വന്ന് ദയനീയമായിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു ആവശ്യം വരില്ലല്ലോ. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ റബ്ബറാനി പ്ലാമ്പാനി അച്ഛനാണ് ഓർമ്മ വരിക. ഞങ്ങൾക്ക് എന്തായാലും പ്രശ്നമല്ല, ഞങ്ങൾക്ക് റബ്ബറിന് കുറച്ച് വില കൂട്ടിയാൽ മതി എന്നുള്ളത് പറഞ്ഞു വെച്ച ആ അച്ഛനെ ഓർക്കാതെ കടന്നുപോകില്ല ഒന്നും. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നേരെ ഒരു ഒറ്റ മാർച്ച് നടത്തിയാൽ മതി. അതായത് ഇങ്ങനെയൊക്കെ ഇപ്പോൾ മരണമായാലും ജനനാണെങ്കിലും പ്രാർത്ഥനക്കാണെങ്കിലും ഒന്നും തന്നെ കൂടിക്കഴിഞ്ഞാൽ അത് മതപരിവർത്തനാണെന്ന് പറഞ്ഞിട്ട് 20 വർഷം ജയിലിലടക്കുന്ന രീതിയിലുള്ള തടവറയിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ PC ജോർജിനെയും കൂട്ടുക, പിന്നെ കുറച്ച് നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ലാൻഡ് ജിഹാദും ഇങ്ങനെയൊക്കെ പറഞ്ഞ ആ ടീമൊക്കെ ഉണ്ടല്ലോ, എല്ലാവരെയും പാടെ ആ ബിഷപ്പുമാരെല്ലാവരെയും പാടാണ് കൂട്ടിയിട്ട് മറ്റേ ചായയിൽ എന്തോ ഒന്ന് കലക്കിയിട്ട് മുസ്ലിം സമുദായം എന്തോ കൊണ്ടുപോകുന്നുണ്ട്, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് വശീകരിക്കും, ഇതൊക്കെ പറഞ്ഞ ആൾക്കാരെ മുഴുവൻ കാസക്കാരെയൊക്കെ പാടെ കൂട്ടിയിട്ട് നല്ലൊരു മാർച്ച് നടത്തിയാൽ മതി. അപ്പോൾ ഇതിന് തീരുമാനം ഉണ്ടാവും. കാരണം നിങ്ങളാവുമ്പോൾ അത് നിങ്ങൾ അത്രയും അടുത്ത് കിടക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ പറയേണ്ട ഗതി കാലം ഒന്നിനും മറുപടി പറയാതെ കടന്നു പോവില്ല. ഇവിടെ മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒക്കെ ന്യൂനപക്ഷങ്ങളാണ്. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ മതപരമായ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിപരീതമായ ചില ഭരണഘടന അനുവദിച്ചു തരുന്ന കാര്യങ്ങളെപ്പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ചില നിയമങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് പറയുന്ന കാര്യങ്ങൾ വല്ല കഴമ്പുണ്ടോന്നെങ്കിലും മനസ്സിലാക്കിങ്ങാണ്ട് വിമർശിക്കുകയാണെങ്കിൽ അതിനൊരു രസമുണ്ടേനി. അതല്ല ചെയ്ത്. ഇതൊരു മതവിഭാഗത്തിനോട് മറ്റുള്ളവർക്ക് മറ്റുള്ള അജണ്ടക്കാർക്ക് എങ്ങനെയാണോ വെറുപ്പ് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് പല കോലത്തിലും പല ജിഹാദും ആരോപിക്കുന്നതിൽ മുന്നിട്ട് വന്നിട്ട് ഇപ്പോൾ പറയാണ് ഇവിടെ ഇങ്ങനെയുള്ള നിയമം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ആർക്കാ ബുദ്ധിമുട്ട്? ഈ മതപരിവർത്തനം ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ മിഷനറിമാരെ ഉപയോഗിച്ചുകൊണ്ട് മതത്തിന്റെ കാര്യങ്ങളെ പറയുകയും മതത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ഒരു മതവിഭാഗമാണ് ക്രൈസ്തവ സമൂഹം. അതവർ പറഞ്ഞോട്ടെ. അത് ഞാൻ മനസ്സിലാക്കുന്നത് അതവർ പറയുകയും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന പോലെ ഉൾക്കൊള്ളുകയും വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അതിന് സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ അതിന് ഭംഗം വരുത്തുന്ന രീതിയിലാണ് കേട്ടോ നിയമം വരുന്നത് എന്ന് പറയുമ്പോൾ അത് മറ്റൊരു മതവിഭാഗക്കാരനാണെങ്കിൽ അവനെ എതിർക്കുന്ന ഒരു പണിയാണ് നിങ്ങളൊക്കെ എടുത്തിരുന്നത്. ഇപ്പൊ അതാണ് ദയാല് വന്നിട്ട് ദയനീയമായി പറയുന്നു, 10-20 വർഷത്തോളം ഇവിടെ ജയിലിലടക്കുന്ന രീതിയിൽ കാരാഗൃഹത്തിലിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കും. യാതൊരു വിധത്തിലുള്ള മതപരമായ കാര്യങ്ങളും പറയാൻ ഇവിടെ സാധിക്കുന്നില്ല. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു ജനനമോ അല്ലെങ്കിൽ മരണമോ അല്ലെങ്കിൽ മറ്റു പ്രാർത്ഥനകൾക്കോ വേണ്ടിയിരുന്നാൽ പോലും അതിന് മതപരിവർത്തനം നിർബന്ധിച്ചുകൊണ്ടുള്ള മതപരിവർത്തന ക്ലാസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതേപോലെ തന്നെ ദയാല് പറഞ്ഞൊരു മറ്റൊരു കാര്യമുണ്ട്, ചില മതസ്ഥർക്ക് എന്തും ചെയ്യാം. എന്നാൽ കന്യാസ്ത്രീകൾ ട്രെയിനിൽ സഞ്ചരിച്ചാൽ പോലും അത് മതപരിവർത്തനമാക്കി മാറ്റുകയാണെന്ന് ഉള്ളത് ഇദ്ദേഹം അടിവരായിട്ട് പറയാണ്. ഇതൊക്കെയാണ് കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ മുന്നോട്ട് പോകില്ല എന്നുള്ളത് ഈ കോലത്തിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലേക്ക് ചില അജണ്ട നിയമങ്ങളുമായി വന്നു കഴിഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. ഇവിടെ ഇപ്പം എനിക്ക് പറഞ്ഞൂടെ ക്രിസ്ത്യാനികൾ എന്തിനാ ഇപ്പം മതം പ്രചരിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നാം. കാരണം ഞാൻ വേറെ മതക്കാരനാണ്. നേരെ മറിച്ച് ഇവിടെ ഭരണഘടന അനുവദിച്ച് നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഈ രാജ്യത്ത് നടപ്പിലാകണം. സൗകര്യമെല്ലാം കേട്ടോട്ടെ, സൗകര്യമെല്ലാം വിശ്വസിച്ചോട്ടെ. അതല്ലേ വേണ്ടത്. ദുരുപയോഗം ചെയ്ത് നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ. നേരെ മറിച്ച് ഒന്നിനും കൂടിക്കഴിഞ്ഞാൽ അത് വലിയ ഭീകരമായൊരു സംഗതിയാക്കി മാറ്റുന്നത് വലിയ അജണ്ട തന്നെയാണ്. ശക്തമായതിനെ എതിർക്കുന്നു. പക്ഷെ നിങ്ങളെടുത്ത പണി എന്താണ്? നിങ്ങൾ റബ്ബറാനി മറ്റേ പ്ലാമ്പാനി അച്ഛൻ പറഞ്ഞ പോലെ ഇവിടെ എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല, ഒരു മതവിഭാഗത്തിനല്ല, ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് റബ്ബറിന്റെ വില കൂടിയാൽ മതി. അവർ നാർക്കോട്ടിക് ജിഹാദിന്റെ ആൾക്കാരാണ്, അവർ ലവ് ജിഹാദിന്റെ ആൾക്കാരാണ്, ലാൻഡ് ജിഹാദിന്റെ ആൾക്കാരാണ്, അവർ ചായയിൽ PC ജോർജ് ചായയിൽ എന്തോ കൊടുത്താക്കിയിട്ട് ക്രിസ്ത്യൻ കുട്ടികളെ വശീകരി എന്തെല്ലാം വർഗീയത പറഞ്ഞു. ഇത് ഇങ്ങനെ മാറ്റി നിർത്തി തമ്മിൽ തല്ലിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു സ്വഭാവം പലരിലും ഉണ്ടായപ്പോൾ അത് ഏറ്റുപിടിച്ചു.
സെന്റ് റീത്ത സ്കൂളിലൊക്കെ അതല്ലേ കണ്ടത്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ശക്തമായ പ്രതിഷേധം നടക്കുമ്പോൾ സെന്റ് റീത്ത സ്കൂളിൽ ഇരു വിഭാഗങ്ങളെയും തമ്മിൽ തല്ലിച്ചാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചില പണിയെടുത്തു. അത് കഴിഞ്ഞേക്കിന് തന്നെ വീണ്ടും കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വന്നു. ഇപ്പൊ ഇതേപോലെ ദയാലു വന്ന് ഈ വിഷയം പറയുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുക, ഇതൊന്നും ഏകപക്ഷീയമല്ലാന്നും. ഇത്തരം കാര്യങ്ങളിൽ ആരാണോ ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് അത്തരം ആളുകൾക്ക് അതൊരു വിപത്തായിട്ട് നിലനിൽക്കണം എന്നുള്ളത് പറയുമ്പോൾ അതൊരു മതം നോക്കിയാണ്ട് വിമർശിക്കേണ്ട കാര്യമല്ല. അപ്പൊ ഏതായാലും ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ, മൗലികമായ അവകാശങ്ങളെ കൃത്യമായി നടപ്പിലാക്കാനൊക്കെ സാധിക്കുന്ന ഒരു സാഹചര്യം നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതൊക്കെ എല്ലാവർക്കും തിരിയേണ്ട ഒരു സംഗതിയാണെന്നും ഓർമ്മപ്പെടുത്തിയിട്ട് നിർത്തുന്നു. നന്ദി.